കാരണം മോശ ഒരിക്കൽ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കളെയും കൊണ്ട് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു. ഇസ്രായേൽ ജനം പ്രതികൂലങ്ങളുടെ നടുവിൽ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ, ആമേൻ, അത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ ജോർദാൻ നദിയിൽ ചവിട്ടിയപ്പോൾ ജോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ജനം അക്കരെ നാട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. യേശുവും ശിഷ്യന്മാരും ഏറ്റവും അധികം അവര് കടലും കരയും ബന്ധത്തിൽ, കായലുമൊക്കെ ബന്ധത്തിലാണ്, തടാകങ്ങളുടെ ബന്ധത്തിലാണ് തങ്ങളുടെ ശുശ്രൂഷകൾ ഏറ്റവും അധികം നിർവഹിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് 5-ാം അധ്യായം ഗന്നേസരത്ത് തടാകം വളരെ പ്രസിദ്ധമായ ഒരു തടാകമാണ്. ആ ഗന്നേസരത്തെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പല പടകുകൾ അവിടെ മത്സ്യബന്ധനം നടത്തിയതിനു ശേഷം കരയ്ക്ക് അടുപ്പിച്ച് കിടക്കുന്നതും കരയോട് ചേർന്ന് നിൽക്കുന്നതും വല കഴുകുന്നതുമായ അനേക പടകുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഗന്നേസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ ഒരു മനുഷ്യൻ താൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് യാതൊന്നും അവന് ലഭിച്ചില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത വല അവൻ വളരെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത്. വലയിലുള്ള ചപ്പുചവറുകളും മാലിന്യങ്ങളും വലയിൽ കുരുങ്ങിയതായ പല വസ്തുക്കളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവന്റെ അരികിലേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും ലഭിച്ചില്ല. ഈ അച്ചൻകോവിൽ നദിയുടെ വിരുമാറിൽ നിന്നുകൊണ്ട്, ഈ നദിക്കരയിൽ നിന്നുകൊണ്ട്, ഈ നദിക്കരയിൽ പാർക്കുന്ന ജനത്തോട്, ഈ നദിയുടെ അക്കരെ ഭാഗത്ത് പാർക്കുന്ന ജനതയോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, നിങ്ങളുടെ രാത്രിയുടെ അധ്വാനങ്ങൾ വിഫലമാണ്. നിങ്ങൾ ലോകത്തിൽ എന്തെല്ലാം നേടിയെടുത്താലും ആ നേട്ടങ്ങളൊക്കെ താൽക്കാലികമാണ്. ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവന് എന്തു പ്രയോജനം? സ്തോത്രം. ഭൗതിക സമ്പത്ത് നമുക്ക് എന്തിനാണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ നടപടിയായി നടന്നു പോകുവാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ നിത്യവിലെത്താൻ ഭൗതിക സമ്പത്ത് ഒരു മാനദണ്ഡമല്ല. നിത്യവിലെത്തുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുകയില്ല. യേശു നമ്മളെ പഠിപ്പിച്ച ഒരേ ഒരു പാഠം, സ്വർഗത്തിൽ നിത്യമെത്താൻ ഒരു വഴി, അത് ദൈവം കാണിച്ചു തന്ന ദൈവത്തിന്റെ വഴിയാണ്. മോശ ആ വഴിയെ കുറിച്ച് പറഞ്ഞു, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. ദൈവത്തിന്റെ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം, വീഴ്ചകൾ വരാം, താഴ്ചകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, കഷ്ടപ്പാടുകൾ വരാം, രോഗങ്ങൾ വരാം, നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, ആപത്തുകൾ വരാം, മരണം വരാം. പക്ഷേ അവിടെയൊക്കെ ഈ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം വിടുവിക്കും. ബൈബിൾ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു രാത്രി ഇവിടെ അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാത്ത ഒരു പടക്, നിങ്ങളുടെ അധ്വാനം എത്ര കൂട്ടി വെച്ചാലും അത് തീർന്നു പോകും. എത്ര ലക്ഷം രൂപ ബാങ്കിൽ സമ്പാദിച്ചു വെച്ചാലും അത് തീർന്നു പോകും, അത് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം മാത്രം. ദൈവത്തിന്റെ